ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു മീൻകറിയാണ്, അയല മീൻകറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് അയല മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടുമ്പോൾ തന്നെ ഒരു കാല് ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാനൊക്കെ കൈയളവാണ് എടുക്കൽ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന രീതി, വർത്തമാനം പറയുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചേർത്തു. അന്ന് ചെറിയ ഉള്ളി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പകുതി സവോളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി കീറി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടുന്ന പോലെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ നല്ല കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറുണ്ടാവും മീൻ കറിക്ക്. അപ്പോൾ ഇവിടെ എൻ്റെ ഏട്ടന് നല്ല എരിവ് വേണം, അതുകൊണ്ട് എരിവ് നല്ലപോലെ ചേർക്കും. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ നല്ലപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ചാറ് പോരല്ലോ, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ മീൻ വേവിക്കും, മീനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ചാറ്. എന്നിട്ട് മീനിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചാറ് ആവശ്യത്തിന് മതിയോ എന്ന് നോക്കുക. ഇനി കുറച്ചുകൂടി ചാറ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല പോലെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന 1 കിലോ അയല മീനാണ് ചേർക്കുന്നത്. ഞാൻ ഒരു അയലേനെ 2 പീസാണ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ അയല മൊത്തം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. മീൻ പെട്ടെന്ന് വേവും. നമുക്കിതിൽ കുറച്ച് ലാസ്റ്റ് രുചിക്കൂട്ടായിട്ടുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർത്ത് മീൻ തിളപ്പിക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കറിയുടെ കളറൊക്കെ ഒന്ന് നോക്കി നോക്കൂ, എന്ത് ഭംഗിയുള്ള കളറല്ലേ. അപ്പോൾ നമ്മുടെ അയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.